അപ്പം മാങ്ങയൊക്കെ സുലഭമായിട്ട് കിട്ടുന്നൊരു സമയമല്ലേ. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾ മിസ്സാക്കണ്ട കേട്ടോ. കുട്ടികളുടെ കണ്ണിൽ പൊടിയിടാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളിയായിട്ടാണ്. ക്രീമിൻ്റെ ഒന്നും ആവശ്യമില്ല. ഈ ഒരു ഐസ്ക്രീം റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് വീട്ടിൽ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ ഈ ഒരു ഐസ്ക്രീം. അപ്പോൾ ആദ്യം നമുക്കൊരു 1/2 ലിറ്റർ പാലൊന്ന് തിളപ്പിക്കാൻ വെക്കണം. അപ്പോൾ ഞാൻ 1/2 ലിറ്റർ ആട്ടോ 1/2 ലിറ്റർ വെച്ചിട്ടാണ് റെഡിയാക്കി എടുക്കാൻ പോകുന്നത്. പിന്നെ 2 ടേബിൾ സ്പൂണ് കോൺഫ്ലവർ കുറച്ച് പാലിലൊന്ന് കലക്കിയിട്ട് കട്ടയില്ലാതെ കലക്കിയിട്ട് മാറ്റി വെക്കാം. പിന്നെ നമുക്കിതിലേക്ക് കണ്ടൻസ് മിൽക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. കണ്ടൻസ് മിൽക്ക് ഇല്ലെങ്കിൽ പഞ്ചസാര മാത്രം ചേർത്താൽ മതി. അപ്പോൾ ഞാൻ കണ്ടൻസ് മിൽക്ക് ചേർക്കുന്നുണ്ട്. നല്ലൊരു ടേസ്റ്റാട്ടോ കണ്ടൻസ് മിൽക്ക് കൂടെ ചേർക്കുമ്പോൾ. ഏകദേശം ഒരു 1/4 കപ്പോളാട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ എക്സ്ട്രാ മധുരത്തിന് വേണ്ടിയിട്ട് പഞ്ചസാര എത്രയാണോ അതും ചേർത്ത് കൊടുക്കാം. നമ്മുടെ മധുരം നമുക്ക് എത്രയാണ് വേണ്ടത് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ പാലൊക്കെ ഒന്ന് തിളച്ച് വരുന്ന ആ ഒരു സമയത്ത് നമുക്ക് കോൺഫ്ലവർ മിക്സ് ചെയ്തിട്ടുള്ള അതുണ്ടല്ലോ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അത് ചേർത്ത് കൊടുത്ത ശേഷം കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ, അല്ലെങ്കിൽ അടിക്ക് പിടിക്കും. അത് ചേർത്തിട്ട് അത് നല്ല ക്രീമി ആയിട്ട് തിക്കായിട്ട് വരും കേട്ടോ. അപ്പോൾ നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ തിക്കായി വരാൻ തുടങ്ങിയിട്ടുണ്ട്. നല്ല ക്രീമി രൂപത്തിലായിട്ടുണ്ട് കേട്ടോ. നമുക്ക് പുഡിങ്ങിൻ്റെ പോലെ അത്ര സെറ്റ് ആവേണ്ട, എന്നാൽ ക്രീമി ആയി വരികയും വേണം. നമുക്കൊരു ഏകദേശം ഒരു ഐസ്ക്രീമിൻ്റെ ആ ഒരു സ്ട്രക്ചർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഞാൻ പറഞ്ഞല്ലോ കുട്ടികളുടെ കണ്ണിൽ പൊടി ഇടാൻ പറ്റിയിട്ടുള്ള ഒരു ഐസ്ക്രീം റെസിപ്പിയാണ്. കറക്റ്റ് റെസിപ്പി അല്ല കേട്ടോ, മാംഗോ ഐസ്ക്രീമിൻ്റെ കറക്റ്റ് റെസിപ്പി അല്ല. അപ്പോൾ ഈ രീതിയിൽ തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഒന്നുകൂടെ നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ നല്ല ക്രീമി ആയിട്ട് നന്നായിട്ട് തന്നെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ഇനി ഇത് തണുത്ത ശേഷമായിട്ടോ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടായിട്ടുള്ള മാങ്ങയായിട്ട് മൂവാണ്ടൻ മാമ്പഴമാണ് എടുത്തിട്ടുള്ളത്. നല്ല മധുരമുള്ള ടേസ്റ്റുള്ള മാമ്പഴം പ്രത്യേകം എടുക്കാനായിട്ട് ശ്രദ്ധിക്കണേ. അപ്പോൾ മാങ്ങ എടുത്തിട്ടുണ്ട്. ഈ മാങ്ങയൊക്കെ നമുക്ക് തൊലിയൊക്കെ കളഞ്ഞ് ഇതുപോലെ കട്ട് ചെയ്തിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് തണുക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുള്ള ആ മിൽക്ക് മിക്സ് ഉണ്ടല്ലോ അത് ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. തണുത്തതിന് ശേഷം വേണം കേട്ടോ ഒഴിച്ചു കൊടുക്കാനായിട്ട്. അപ്പോൾ ഈ ഒരു തിക്നെസ്സിലാണ് നമുക്ക് കിട്ടാം. പിന്നെ നിങ്ങൾക്ക് എക്സ്ട്രാ നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നുണ്ടെങ്കിൽ ഫ്രഷ് ക്രീമൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഈ ഒരു സമയത്ത് ഞാൻ വീട്ടിലുള്ള സംഭവങ്ങളൊക്കെ വെച്ചിട്ടാണ് റെഡിയാക്കി എടുക്കുന്നത്. മിക്സിയിൽ നന്നായിട്ട് 2 മിനിറ്റ് നേരം അടിച്ചെടുത്തതിന് ശേഷം ഇതുപോലൊരു ബോക്സിലാക്കിയിട്ട് നമുക്ക് ഫ്രീസറിൽ ഒരു 8 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ. ഫ്രീസറിൽ തണുപ്പിക്കാൻ വെക്കണം. 8 മണിക്കൂറിന് ശേഷം എടുക്കുക. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള ഐസ്ക്രീം നമുക്ക് കിട്ടും കേട്ടോ. എക്സാക്റ്റ് ടേസ്റ്റ് എന്നൊന്നും പറയുന്നില്ല, പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ട്. ഫ്രഷ് ക്രീമും കൂടെ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടെ നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഞാനതൊന്നും ചേർക്കാതെയാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ കോൺഫ്ലവറൊക്കെ ചേർത്തുകൊണ്ട് ഇതുപോലെ നല്ല ക്രീമി ആയിട്ട് നമുക്ക് കിട്ടും കേട്ടോ. അതല്ലാന്നുണ്ടെങ്കിൽ വെറും ഐസ് പോലെ ആയിരിക്കും. നമ്മൾ വെറുതെ പാലിൽ കറക്കിയിട്ട് ഇതുപോലെ വെക്കുന്ന ഐസ് പോലെ ആയിരിക്കും കേട്ടോ ഉണ്ടാവുക. ഇതിൻ്റെ മുകളിലേയും കുറച്ച് നട്ട്സൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ചെറിയൊരു ഡെക്കറേഷന് വേണ്ടിയിട്ട്. ഇത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കട്ടോ. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസ് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്യാത്തവർ ഫോളോ ചെയ്യാനും അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. ഇൻഷാ അല്ലാഹ് പുതിയൊരു നല്ല റെസിപ്പി ആയിട്ട് നമുക്ക് അടുത്തൊരു ദിവസം കാണാം. താങ്ക്